നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ്, അതായത് അണ്ടർ 20 കോപ്പ അമേരിക്ക, അതിൽ മൂന്നാം റൗണ്ട് മത്സരത്തിൽ അർജൻറ്റീന വിജയിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ബൊളീവിയയെ തോൽപ്പിച്ചത്. പക്ഷേ വിജയം അത്ര എളുപ്പമായിരുന്നില്ല. നന്നായിട്ട് വിയർത്താണ് അർജൻറ്റീനയുടെ കുട്ടികൾ വിജയിച്ചേറിയിരിക്കുന്നത്. ഈ കാര്യം അവരുടെ കളി അനലൈസ് ചെയ്തുകൊണ്ട് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് എടുത്തു പറയുന്നുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവർ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഒടുവിൽ 86-ാമത്തെ മിനിറ്റിൽ ടിയോ റോഡ്രിഗസ് പഗാനോ നേടിയ ഗോളിനാണ് അർജൻറ്റീന വിജയിച്ച് കയറിയത്. അപ്പോൾ ഈ വിജയത്തോടു കൂടി അടുത്ത റൗണ്ടിലേക്കുള്ള സാധ്യത വളരെ സജീവമാക്കി നിർത്തിയിരിക്കുകയാണ് അർജൻറ്റീന. ആദ്യ കളി ബ്രസീലിന് 6 ഗോളിന് തോൽപ്പിച്ചു. പക്ഷേ രണ്ടാമത്തെ കളിയിൽ അർജൻറ്റീനയ്ക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ 1-1 സമനിലയിലാണ് കൊളംബിയയോട് പിരിഞ്ഞത്. അതാണ് അവർക്ക് പ്രശ്നമായത്. പക്ഷേ ബൊളീവിയയോട് ഈ കളി വിജയിച്ചതോടുകൂടി 3 കളികളിൽ നിന്ന് 7 പോയിന്റിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അവരുടെ ഗ്രൂപ്പിൽ അവരിപ്പോൾ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. ഇനി ഒരു റൗണ്ട് മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. അതിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അർജൻറ്റീന തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിലേക്ക് 6 ടീമുകൾ അടങ്ങുന്ന അടുത്ത റൗണ്ടിലേക്ക് എത്തും. ഇപ്പോൾ ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബൊളീവിയ അത്ര മികച്ചൊരു തുടക്കമല്ലല്ലോ ഈ ഒരു ടൂർണമെൻറ്റിലിട്ടത്. ആദ്യ 2 കളികൾ അവർ തോറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അർജൻറ്റീനയുടെ കോച്ച് ആദ്യ പകുതിയിൽ തൻ്റെ ടീമിനെ ഇറക്കുമ്പോൾ ഒരു റൊട്ടേഷനിലേക്ക് പോയി. പല സൂപ്പർ താരങ്ങളെയും പുറത്തിരുത്തി. ക്ലോഡിയോ എച്ചുവേരിയൊക്കെ ബെഞ്ചിലായിരുന്നു. എന്നാൽ ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടതോടുകൂടി 2-ാം പകുതിയിൽ അദ്ദേഹം കളി മാറ്റി. അദ്ദേഹം എച്ചുവേരിയെ അടക്കം കളിക്കളത്തിലേക്ക് വിട്ടു. കളി തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഗോൾ വരാൻ ഒരുപാട് വൈകി. ഗോൾ വന്നത് 86-ാമത്തെ മിനിറ്റിലായിരുന്നു. 86-ാമത്തെ മിനിറ്റിൽ ടിയോ റോഡ്രിഗസ് പഗാനോയാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. മത്സരം വിജയിച്ചതോടുകൂടി ഇപ്പോൾ പോയിൻ്റ് പട്ടിക നോക്കുക. ഗ്രൂപ്പ് ബിയിൽ അർജൻറ്റീന 3 കളി 7 പോയിൻ്റ് 1-ാം സ്ഥാനത്ത്. 2 കളിയിൽ നിന്ന് 4 പോയിൻറ്റുമായിട്ട് കൊളംബിയ 2-ാം സ്ഥാനത്താണ്. 3 കളികളിൽ നിന്ന് 3 പോയിൻ്റുള്ള 2 കളികളിൽ നിന്ന് 3 പോയിൻ്റുള്ള ബ്രസീലും അതുപോലെ ഇക്വഡോറും ഇപ്പോൾ 3-4 സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുകയാണ്. ബ്രസീലിന് ഈ റൗണ്ടിൽ കളികളുണ്ടായിരുന്നില്ല. അടുത്ത റൗണ്ടിൽ ബ്രസീലിന് മത്സരമുണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.